ഇവരൊക്കെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ജോലിക്ക് വയ്ക്കൂടെ? ചിലപ്പോൾ അതൊക്കെ വീടിനകത്തു നിന്നൊക്കെ പോലും ചിലപ്പോൾ കേൾക്കേണ്ട സാഹചര്യം വരും. അധ്വാനിക്കാനായിട്ട് രാവിലെ തൊട്ട് കാത്തിരുന്നതും ചിലപ്പോഴെന്ത് ചെയ്യുന്നുണ്ട്, അതിന് ഊഴം കിട്ടാതെയും ഒക്കെ തലവനിച്ച് നിൽക്കേണ്ടി വരുന്ന മനുഷ്യന് അത്താഴം ഉറപ്പുവരുത്തുന്നൊരു പ്രക്രിയയുണ്ട്. എന്താണ് ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്? ഒരു മരപ്പണിക്കാരനും കുറേ മുക്കുവരും കൂടി ചേർന്ന് രൂപപ്പെടുത്തിയൊരു ധർമ്മമാണ്. മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിന് മീതെ ഇത്രയും ഇടിവുപറ്റുന്നൊരു കാര്യമില്ല ജോലി നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത്. അന്തരീക്ഷത്തിൽ ഈ ജോലി നഷ്ടപ്പെടുന്നതിൻ്റെ ഭയം ഇപ്പോൾ കൂടുതലാണ്. ഗുരുഎണ്ണത്തിലേക്ക് സ്നേഹവന്ദനം. ഞാൻ ഭൂതമല്ലെന്നാണ് ഉത്ഥാനാനന്തരമുള്ള യേശു നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ദൂത്. അത് തെളിയിക്കാൻ വേണ്ടി കൂടിയാണ് അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുന്നതും അവരോട് ഭക്ഷണം ആവശ്യപ്പെടുന്നതുമൊക്കെ. നമ്മുടെ ഭാവനയിലുള്ള ഗോസ്റ്റ് എന്ന സങ്കല്പത്തിലുള്ള വാക്കല്ലത്. ഫാൻഡോന്നോ മായാരൂപി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന വാക്കല്ല ഈ ഭൂതത്തിൻ്റെ അർത്ഥം. ഭൂതകാലമെന്ന് പറയുന്ന രീതിയിൽ അതിനെ വായിച്ചെടുത്താൽ നല്ലതായിരിക്കും. ഞാൻ നിങ്ങളുടെ കാലത്തിൻ്റെ ഒരു പാസ്റ്റ് അല്ല, ഇന്നലെയുടെ ഭാഗമല്ല, ഇന്നിൻ്റെ ഭാഗം. അപ്പോഴാണ് യേശു ജീവിക്കുന്നു എന്നുള്ള ഉയർപ്പിൻ്റെ ദൂത് നമ്മുടെ ഓരോ കോശങ്ങളെയും കീഴ്പ്പെടുത്താൻ പോകുന്നത്. ആ നിമിഷം തൊട്ട് നിങ്ങൾ സുവിശേഷം വായിക്കുന്നത് വർത്തമാനത്തിലാണ്. 2000 വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തിൻ്റെ നാൾവഴി പുസ്തകമായിട്ടല്ല, ക്രോണിക്കിളായിട്ടല്ല. ഈ ദിനപത്രം വായിക്കുന്ന പോലെ കറണ്ടായിട്ടാണ് വായിക്കുക. ഇന്നത്തെ കാര്യമാണ്. അത് മനസ്സിലായൊരു നിമിഷം തൊട്ട് യേശുവിൻ്റെ കഥകളുടെയൊക്കെ ഒരു ഭംഗി ആഴം പിടുത്തം കിട്ടി തുടങ്ങി. ഏതോ കാലത്ത് ഏതോ ഒരു ദേശത്ത് നിന്ന് അവിടുന്ന് പറഞ്ഞ കഥകൾക്ക് ഈ പഴമ മണക്കുന്നില്ല. അത് വളരെ ഇങ്ങനെ കറണ്ടായിട്ട് വായിക്കാവുന്ന. അതേ കാലത്തിലുള്ള മറ്റ് പല കഥകളും പരമാവധി ഒരു ഗുണപാഠം മാത്രം നൽകിയിട്ട് ഈ അന്തരീക്ഷത്തിൽ മാഞ്ഞു പോകുമ്പോൾ യേശു പറഞ്ഞ എല്ലാ കഥകളുടെയും എല്ലാ നുക്ക് ആൻഡ് കോർണർ എന്നൊക്കെ പറയുന്ന വിശദാംശങ്ങൾ പോലും പ്രസക്തമാകുന്നു. അത്തരത്തിലുള്ള ഒരു കഥ ഇങ്ങനെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ തേടിപ്പോയ യജമാൻ്റെ കഥയാണ്. ഒരു 5 നേരത്താണ് ഈ മനുഷ്യൻ തൻ്റെ ജോലിയിടത്തിലേക്ക് ഇങ്ങനെ മനുഷ്യരെ കൂട്ടിക്കൊണ്ടുവരുന്നത്. പുറത്തിങ്ങനെ തെരുവിൽ നഗരത്തിൻ്റെ ചത്തരത്തിൽ ഇങ്ങനെ പണിക്കാർ കാത്തു നിൽപ്പുണ്ട്. ഒരു പ്രഭാതയാത്ര നിങ്ങളുടെ ഒരു ജീവിതക്രമത്തിൻ്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾക്കത് എവിടെ വേണമെങ്കിലും കാണാം. ഞങ്ങൾ പാർക്കുന്ന ഈ ഒരു ആശ്രമത്തിൻ്റെ തെരുവിലുണ്ട്, കടവന്തറയിലൊക്കെ ആയിട്ട്. കുറച്ചങ്ങോട്ട് മാറുമ്പോൾ കലൂരിലുണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് മാറുമ്പോൾ ഷിപ്പ്യാർഡിൻ്റെ മുമ്പിൽ തമിഴ് കമ്മ്യൂണിറ്റി നിൽപ്പുണ്ട്. പെരുമ്പാവൂർ സൈഡിലേക്ക് പോകുമ്പോഴേക്കും ഈ പൂർണ്ണമായിട്ടും മലയാളീതര സമൂഹം നിൽപ്പുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഇതൊക്കെ ഈ ഒരു കാലത്തിൻ്റെ ഈ ഒരു ദശകത്തിൻ്റെയും ഒക്കെ ചിത്രമാണെന്ന്. 2000 വർഷം മുമ്പും എനിക്ക് തോന്നുന്നു മനുഷ്യൻ്റെ കഥയൊക്കെ ഒന്ന് തന്നെ. ഈ ജോലിക്ക് വേണ്ടി തിരയുന്നവർ, ജോലി കിട്ടാതെ പോകുന്നവർ, ജോലിക്കാരും വിളിക്കാതെ പോകുന്നവർ, ഇവരൊക്കെ എവിടെയോ നിൽപ്പുണ്ട് ചരിത്രത്തിൻ്റെ ഒരാരംഭഘട്ടം മുതൽ. അന്നൊരു പക്ഷേ ഇങ്ങനെ വിഭവങ്ങൾ സമൃദ്ധമായിട്ടുണ്ടാവുകയും മനുഷ്യർ കുറവായിരുന്നൊരു കാലത്തിൽ തൊഴിലിന് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നൊക്കെയല്ലേ നിങ്ങൾ സങ്കല്പിക്കുന്നത്? അല്ല, ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന എല്ലാ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെയും ഒരു ആദ്യ രൂപം, ഒരു പ്രോട്ടോടൈപ്പ് ഈ പറഞ്ഞ കഥയ്ക്കകത്തൊക്കെ ഉണ്ട്. നഗര ഇടത്തിൽ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ പണിക്കാർ നിൽക്കുക. 1 മണിക്കൂർ തൊട്ട് അയാളിങ്ങനെ വന്നിട്ട് പണിക്കാരെ ശേഖരിക്കുന്നുണ്ട്. ചിലപ്പോൾ തിടുക്കത്തിൽ തീർക്കേണ്ട ഒരു ജോലിയായിരിക്കാം. ഇല്ലെങ്കിൽ പല യാമങ്ങളിൽ പണിക്ക് വേണ്ടി വന്ന മനുഷ്യർ ചിലപ്പോൾ ക്ഷീണിതരായിട്ടുണ്ടാവാം. ആദ്യം വരുന്നത് ഇങ്ങനെ പുലരിയിലാണ്. 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ 6 മണി AM ആണ്. യഹൂദരുടെ സമയബോധം എന്ന് പറയുന്നത് 6 to 6 ആണ്. യേശു മരിച്ചത് 9 മണിക്കൂറിലാണെന്നൊക്കെ നമ്മൾ പറയുന്ന അർത്ഥം എന്താണ്? ഒരു 3 മണി നേരത്താണ്. അപ്പം അങ്ങനെയെങ്കിൽ ഈ 6 മണി നേരത്ത് വരുന്നുണ്ട്. പിന്നെ ഓരോരോ ഇടവേളകളിൽ ഒരു 4 പ്രാവശ്യം കൂടി വരുന്നുണ്ട്. അങ്ങനെ 5ാമത്തെ ഒരു വരവിന് വരുമ്പോഴേക്കും ഇനി 1 മണിക്കൂറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. 11ാം മണിക്കൂറിൽ വന്നിട്ട്
ഈ ജോലിക്കാരെ തിരയുമ്പോൾ അപ്പോഴും നിൽപ്പുണ്ട് അവിടെ മനുഷ്യർ. അപ്പം നമ്മളൊക്കെ ചോദിക്കുന്ന വളരെ കാലസായിട്ടുള്ള ഒരു ചോദ്യം യജമാൻ അവരോട് ചോദിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ ഈ ഒരു ജോലിക്കാരെ തിരയുന്ന മനുഷ്യൻ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അലസരായിട്ട് നിൽക്കുന്നത്? പലപ്പോഴും നമ്മൾ ഈ ഒരു വാക്ക് പറഞ്ഞാണ് ഈ ജോലിക്ക് വേണ്ടി അലയുന്നവരും ജോലി നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ ഇങ്ങനെ ആത്മാഭിമാനം നുറുങ്ങി ജീവിക്കുന്നവരെയും ഒക്കെ അപമാനിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് അലസരായിട്ട് നിൽക്കുന്നത്? നിങ്ങൾക്ക് പണി ചെയ്തുകൂടെ? അവർ പറയുന്നൊരു ചോദ്യം എന്തൊരു പ്രസക്തമാണ്. അവർ പറയുന്നത്, ആരാ ഞങ്ങൾ ജോലിക്ക് വിളിക്കുന്നത്? ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ എല്ലാവരും, വിശേഷിച്ചു ഒരു ആൺകുട്ടിയുടെയും പുരുഷൻ്റെയും ഒക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് എന്തെങ്കിലും ഒരു ജെൻഡർ ഡിഫറൻസ് കൊണ്ട് പറയുന്നതല്ല, പൊതുവെ നമ്മുടെ കണക്കൊരു സംസ്കാരത്തിൽ കൂടുതലായിട്ടും ഒരു കാലത്ത് ജോലിയിൽ ഏർപ്പെട്ടത്, പറഞ്ഞാൽ അർത്ഥം വീടിന് പുറത്തുള്ള ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത് പുരുഷനാണ്. അപ്പം അതുകൊണ്ട് മാത്രമാണ് അത് പറയുന്നത്. ഇവരൊക്കെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അഭിമുഖിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ജോലിക്ക് വയ്ക്കൂടെ? ചിലപ്പോൾ അതങ്ങനെ വീടിനകത്തു നിന്നൊക്കെ പോലും ചിലപ്പോൾ കേൾക്കേണ്ട സാഹചര്യം വരും. അത്രയും ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളോ അത്രയും ചില ആശങ്കകളോ ഒക്കെ ഉള്ളത് കൊണ്ടൊക്കെ ആയിരിക്കണം ഈ മുതിർന്നവർ ഈ ചെറുപ്പക്കാരോടൊക്കെ ആ ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ അതിന് മുമ്പിൽ ഈ മനുഷ്യരിങ്ങനെ ചുരുണ്ടു പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഓൾറെഡി ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഈ മനുഷ്യർ ഇങ്ങനെ അക്ഷാർത്ഥത്തിൽ ചുരുണ്ടു പോകുന്നുണ്ട്. അപ്പം അതേ ചോദ്യം തന്നെ ഇതിനകത്തും ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജോലിക്ക് പോകാൻ നിൽക്കുന്നത്? എന്നിട്ടോ ഈ ഓരോരോ യാമങ്ങളിൽ മനുഷ്യരുടെ ജോലിക്കെത്തുന്നു, ഒടുവിൽ കൂലി കൊടുക്കേണ്ട നേരമായി. ഒരു ധനാറി എന്ന് പറയുന്നത് അന്നത്തെ ഒരു പശ്ചാത്തലം അനുസരിച്ച് ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് വളരെ തുച്ഛമായൊരു തുകയാണെന്നുള്ളതാണ്. പക്ഷേ ഒരു പുതിയൊരു വായനക്കകത്തുനിന്ന് മനസ്സിലാവുന്നു അതൊരു ജനറസ് സമ്മാണ്. ഒരു റോമൻ ഭടന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വേതനമാണ് ഒരു ധനാർ എന്ന് പറയുന്നത്. അത്ര ചെറിയ ഒരു തുകയല്ല. അപ്പം അങ്ങനെ അത്രയും നന്നായിട്ട് തന്നെ ഇത് ആരംഭിക്കുന്നത്. എന്നിട്ട് ഈ ഓരോരോ യാമങ്ങളിൽ വന്ന മനുഷ്യർക്ക് അന്തിക്ക് കൂലി കൊടുക്കുമ്പോൾ ആ കൂലി കൊടുക്കുന്ന രീതിക്ക് പോലും ഒരു വ്യത്യാസമുണ്ട്. ഈ അവസാനം വന്ന ആൾക്ക് ആദ്യം കൂലി കൊടുക്കുന്നു, പിന്നെ ഓരോരുത്തർക്കായി ഇങ്ങനെ കൂലി കൊടുക്കുമ്പോൾ ഇപ്പോൾ ഓരോരുത്തരും ശ്രദ്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറഞ്ഞ 6 മണി വെളുപ്പിന് വന്നയാൾക്കും വൈകുന്നേരം 5 മണിക്ക് വന്നയാളുടെയും കൈവശം ഇരിക്കുന്നത് ഒരേ ധനാറയാണ്. നിങ്ങളെത്ര വൈകി അവൻ്റെ തോട്ടത്തിലേക്ക് വന്നാലും നിങ്ങളെ കാത്തിരിക്കുന്ന ആത്മീയ അനുഭൂതികളുടെ ധനാറ ഒന്ന് തന്നെയാണെന്നുള്ളതിൻ്റെ സൂചനയൊക്കെ ആയിട്ടായിരിക്കണം ഈ ഒരു പാഠഭാഗം നമ്മൾ വായിച്ചെടുക്കേണ്ടത്. പല രീതിയിൽ വളരെ പ്ലെയിനായിട്ടും വളരെ സ്പിരിച്വലായിട്ടും ഒക്കെ വായിക്കപ്പെടുന്ന ടെക്സ്റ്റാണ് ഇത്. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് പോലും നമുക്ക് വായിച്ചെടുക്കാവുന്നൊരു കാര്യമാണ്. വിശേഷിച്ചും കൂലിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വേജുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ ഡിബേറ്റൊക്കെ ചുറ്റും നടക്കുമ്പോൾ നിങ്ങൾ എന്താണ് കൂലി കൊണ്ട് അർത്ഥമാക്കുന്നത്? കൂലിയെക്കുറിച്ച് ലഭിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഇതിൻ്റെ ഒരു സ്പിരിച്വൽ ടേക്ക് അവേ വിട്ട് കളയുക. അതുകൂടി നമുക്ക് കുറേ സൂചിപ്പിച്ച് അവസാനിപ്പിക്കേണ്ടതുണ്ട്. കാരണം അതിനുവേണ്ടി ആയിരിക്കണം യേശു കഥകൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ഏറ്റവും പ്ലെയിനായിട്ടുള്ള ഒരു സംഭവം എന്താണ്? നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നു ഈ കൂലി എന്ന് പറയുന്നത് ഒരാളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമാണെന്ന്. നമ്മൾ അത്രയും മെറ്റിക്കുലസ് ആയിട്ടാണ് ഓരോരുത്തർക്കും കൂലി കൊടുക്കുന്നത്. നീ എന്തുമാത്രം ജോലി ചെയ്തു. അത് ജോലിയുടെ രീതികൾ മാറുന്നേ ഉള്ളൂ. ഒരു IT സെക്ടറിൽ പോലും ഒറ്റനോട്ടത്തിൽ അവർ നമുക്ക് വളരെയേറെ സ്വാതന്ത്ര്യം തരുന്നുണ്ട്. വീട്ടിലിരുന്ന് ചെയ്താൽ മതി, ഇന്ന സമയം കൊണ്ട് ചെയ്യേണ്ടതില്ല. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ എത്ര പീസ് ചെയ്തെന്ന് പറയുന്ന ആ പഴയ കയർ ഫാക്ടറിയിലേക്കുള്ള ചോദ്യം തന്നെയാണ് ഏതൊരു ജോലിക്കാരൻ്റെയും പ്രധാനപ്പെട്ടത്. നിങ്ങൾ എത്ര തടുക്കുന്ന ഇതെന്ന് പറയുന്ന കണക്ക് തന്നെയാണ് ആ ഒരു എഡിഷൻസ് മാറുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നൊരു സംഭവത്തിൻ്റെ മീതെയാണ് കൂലി നിശ്ചയിക്കപ്പെടുന്നത്. പക്ഷേ യേശുവിൻ്റെയൊക്കെ മനസ്സിലുള്ള ഒരു വേതന സങ്കല്പം, ഒരു വേജ് എന്ന് പറയുന്ന സങ്കല്പം എന്നൊക്കെ പറയുന്നത് ഈ അധ്വാനത്തിൻ്റെ പ്രതിഫലമല്ല കൂലി. അധ്വാനിക്കാനായിട്ട് രാവിലെ തൊട്ട് കാത്തിരുന്നതും ചിലപ്പോഴെന്ത് ചെയ്യുന്നുണ്ട് അതിന് ഊഴം കിട്ടാതെയും ഒക്കെ തലവനിച്ച് നിൽക്കേണ്ടി വരുന്ന മനുഷ്യന് അത്താഴം ഉറപ്പുവരുത്തുന്നൊരു പ്രക്രിയയുണ്ട്. അവൻ്റെ ആത്മാഭിമാനത്തിന് പരിക്ക് പറ്റാതെ അത്താഴം ഉറപ്പുവരുത്തുന്നൊരു പ്രക്രിയയുണ്ട്. അതാണ് വാസ്തവത്തിൽ കൂലി. ഒരു ധനാർ തന്നെ ഒരു പക്ഷെ ചെറിയൊരു തുകയെന്ന് ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ ഒടുവിലത്തെ യാമത്തിൽ 11 മണിക്കൂറിൽ വന്ന ഒരാളെ നിങ്ങൾ അതേ ഏകകം വെച്ച് അളന്ന് നോക്കുമ്പോൾ അയാളുടെ കൈവശം കൊടുക്കാൻ പോകുന്നത് എത്ര ചെറിയൊരു കൂലിയായിരിക്കും. അയാളൊരു പഴയ പശ്ചാത്തലത്തിൽ നിശ്ചയമായിട്ടൊരു വീടിൻ്റെ അപ്പം തേടുന്ന മനുഷ്യനാണ്. അയാൾ തിരികെ പോകുന്നത് തൻ്റെ കുടുംബത്തിനുള്ള അപ്പം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ആത്മാഭിമാനത്തോടു കൂടി അധ്വാനിക്കുന്ന ഒരാൾക്കും
അയാളുടെ കുടുംബത്തിനും അത്താഴം ഭക്ഷിക്കാനായിട്ടുള്ള ഒരു ഒരു സോഷ്യൽ സെക്യൂരിറ്റിയുടെ പേര്, ഒരു സ്പിരിച്വൽ സെക്യൂരിറ്റിയുടെ പേരാണ് ഈ കൂലി എന്ന് പറയുന്നത്. അപ്പം അതായിരിക്കണം വാസ്തവത്തിൽ ഏതൊരു തർക്കത്തിലെയും നമ്മുടെ മാനദണ്ഡം. ഇങ്ങനെ മനുഷ്യോചിതമായിട്ട് ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഉറപ്പുവരുത്തുന്നുണ്ടോ? വാസ്തവത്തിൽ എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണല്ലോ, അന്നു വേണ്ടുന്ന ആഹാരം തരണമേ. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. എന്നു വേണ്ടുന്ന ആഹാരം ഇങ്ങനെ പഴയ നിയമത്തിലെ കണക്ക് ഇങ്ങനെ ആകാശത്തുനിന്ന് ഇങ്ങനെ മഞ്ഞ പൊഴിക്കുന്ന കണക്ക് സംഭവിക്കുന്നതൊക്കെ നമ്മളാരും വിചാരിക്കുന്നില്ല. അസൽ അന്ന് വേണ്ടുന്ന ആഹാരം ഉറപ്പുവരുത്തുന്നത് ഈ തൊഴിൽ മേഖലയിലെ മനുഷ്യരുടെ നീതിബോധം കൊണ്ടുകൂടിയാണ്. പലപ്പോഴും കൃത്യമായിട്ട് ഇങ്ങനെ കൂലി കൊടുക്കാതെ പോകുന്നു, കൂലി വൈകിക്കാതെ പോകുന്നു, വളരെ ചെറിയ കൂലി കൊടുക്കുന്നു. ഈ സ്വെറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞൊരു വാക്കൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ വെറുതെ വിയർപ്പ് എന്ന് പറയുന്നൊരു സംഭവം മാത്രമാണ് ഇങ്ങനെ മാനദണ്ഡമായിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ എത്ര മനുഷ്യോചിതമായിട്ട് നിങ്ങൾ അവരൻ്റെ ഭൗതിക സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താനായിട്ട് കാരണമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് കൂലിയുടെ പിന്നിലുള്ള ഏറ്റവും കൃത്യമായ ദൈവശാസ്ത്രം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഏറ്റവും പ്ലെയിനായിട്ടുള്ളൊരു മാനദണ്ഡം. ഒരു കാര്യം ഓർത്താൻ നല്ലതാണ്, ഈ മുഴുവൻ ക്രിസ്തീയ ധർമ്മം എന്ന് പറയുന്നത് ഈ കൂലിപ്പണിയിലാണ് അതിൻ്റെ ഒരു അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ഒരു കൂലിപ്പണിക്കാരൻ്റെ ധർമ്മമായിട്ട് തന്നെ നമ്മളിതിനെ കണ്ടെത്തണം. ചിലപ്പോൾ 12,000 വർഷങ്ങളുടെ അകലത്തിനിടയിൽ നമ്മളിത് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകും. എന്താണ് ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്? ഒരു മരപ്പണിക്കാരനും കുറേ മുക്കുവരും കൂടി ചേർന്ന് രൂപപ്പെടുത്തിയൊരു ധർമ്മമാണ്. അവരുടെ കയ്യിലൊക്കെ ഇങ്ങനെ തഴമ്പിൻ്റെ പാളിയുണ്ട്. അവരെയൊക്കെ യേശു കണ്ടെത്തുന്നത് അവരുടെ പണിസ്ഥലത്ത് വെച്ചാണ്. മീൻ പിടിക്കുന്നവരോട് വന്നിട്ട് പറഞ്ഞു, നമുക്ക് മനുഷ്യരെ പിടിക്കാം. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നു അന്നത്തോടു കൂടി അവർ ആ വലയൊക്കെ ഉപേക്ഷിച്ച് പോയെന്നാണ്. പക്ഷെ അത് നമ്മൾ തെറ്റിദ്ധരിക്കുന്നൊക്കെ ഓർത്തിട്ടാവണം സുവിശേഷം അവസാനിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം ആ 4 സുവിശേഷങ്ങളുടെ ഒടുവിലത്തെ അധ്യായമായിട്ട് ഒറ്റ യൂണിറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ അത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ 12 പേരിൽ 9 പേര് കൂടി നിന്ന് വീണ്ടും വലയെറിയുകയാണ്. 3 വർഷത്തിനിടയിൽ അവർ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇങ്ങനെ വല ഉപേക്ഷിച്ചിട്ട് മനുഷ്യരെ പിടിക്കുക എന്നുള്ളതല്ല, വല എറിഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യരെ പിടിക്കുക എന്നുള്ള മനുഷ്യനുമായി ബന്ധപ്പെട്ട് അവനവനെ തന്നെ മെച്ചപ്പെടുത്താനായിട്ട്, ലോകത്തെ മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് ലഭിക്കുന്നൊരു വിൻഡോയാണ് തൊഴിലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ സുവിശേഷങ്ങൾ അവസാനിക്കുന്നത്. ആദ്യ നൂറ്റാണ്ടിൽ ഈ ക്രിസ്ത്യാനിറ്റിയിലോട്ട് വന്ന എല്ലാ മനുഷ്യരും ഈ കൂലിപ്പണിക്കാരായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞൊരു 3.5 നൂറ്റാണ്ടോളം ഇത് കൂലിപ്പണിക്കാരുടെ മതമായിരുന്നു. ചെരുപ്പൂത്തിയും അങ്ങനെ ചെറിയ ചെറിയ ജോലികളിൽ ഏർപ്പെട്ടവർ. അവർക്ക് ഒരു തരത്തിലും സമൂഹം കാര്യമായ മൂല്യം കൽപ്പിച്ചു കൊടുത്തിട്ടില്ല. എന്നിട്ടും ഈ മനുഷ്യരുള്ളിൽ കൊണ്ട് നടക്കുന്ന എന്തോ ചില അടിസ്ഥാന മൂല്യങ്ങൾ, അവരിങ്ങനെ നങ്കൂരമിട്ടിരിക്കുന്ന എന്തോ ചില പ്രത്യാശ കണ്ടിട്ടൊക്കെയാണ് ആ പതുക്കെ സമൂഹത്തിൽ ഒരു അപ്പർ ലെയറിലുള്ള മനുഷ്യർ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുക. വാസ്തവത്തിൽ ക്രിസ്ത്യാനിറ്റിയിലോട്ട് ഈ വലിയ ഈ അറിവുള്ളവരും ബലമുള്ളവരും അധികാരമുള്ളവരും ഒക്കെ വരുന്നത് ഈ കൂലിപ്പണിക്കാരെ കണ്ടിട്ടാണ്. ഈ കൂലിപ്പണി എന്ന് പറയുന്ന ഒരു ഘടകത്തെ ഗൗരവമായിട്ട് എടുക്കാനുള്ളൊരു ക്ഷണം വെറുതെ ഈ ഒരു രാത്രിയിൽ എടുത്താന്നല്ല. എല്ലാവരും ഒക്കെ ഒരു കൂലിപ്പണിയിലൊക്കെ ഏർപ്പെടണം എന്നർത്ഥമല്ല. നമ്മൾ ഈ വിഷയം എടുക്കുന്നത് തന്നെ ഒരു മെയ് മാസത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. മെയ് 1 എന്ന് പറയുന്നത് തൊഴിലാളി ദിനമാണെന്ന് നമുക്കറിയാം. സഭ ആ ദിവസം തന്നെ ഈ തൊഴിലാളികളുടെ മധ്യസ്ഥനായ സെൻറ്റ് ജോസഫിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. അപ്പോൾ മെയ്യിൽ എവിടെയും ഇങ്ങനെ ഈ മാനുവൽ ലേബറിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. മാനുവൽ ലേബറിൽ ഏർപ്പെടുന്ന മനുഷ്യരെ, കൂലിപ്പണിയിൽ ഏർപ്പെടുന്ന മനുഷ്യരെ കുറെ കൂടി ഗൗരവമായിട്ട് എടുക്കുക. എൻ്റെ ഒരു പഴയ വായനയിൽ ഞാൻ ആ ഒരു ചെറുപ്പക്കാരൻ്റെ പേര് മറന്നുപോയി, അധികം കവിത എഴുതിയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു 2 വരി ഞാനത് ഓർക്കുന്നുണ്ട്. എത്ര വെയിൽ കൊണ്ടതാണ് എൻ്റെ തണൽ. വല്ലാത്തൊരു വരിയാണ്. ഒരുപക്ഷെ ആ കൂലിപ്പണിക്കാരനായ ഒരപ്പനെക്കുറിച്ച് മകൻ എഴുതിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കവിത അതായിരിക്കണം, ഏറ്റവും നല്ല അർച്ചന അതായിരിക്കണം. എത്ര വെയിൽ കൊണ്ടതാണ് നമ്മളുടെ തണൽ. നമ്മൾ അനുഭവിച്ച എല്ലാ തണലും ആരോ കൊണ്ട വെയിലാണ്. ആ വെയിലെന്ന് പറയുമ്പോൾ ഈ ഒരുപക്ഷെ നിരത്തിൽ ജോലി ചെയ്യുന്നോ പാറ പൊട്ടിക്കുന്നോ ആ കൺസ്ട്രക്ഷൻ ഇടത്ത് മൈക്കാട്ട് പണിയുന്ന അർത്ഥമൊന്നുമില്ല. എല്ലാവരും വെയിൽ കൊള്ളുന്നുണ്ട്. അച്ഛൻ രാവിലെ യാത്രയ്ക്ക് വേണ്ടി ഇങ്ങനെ സൈക്കിൾ തുടച്ച് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ ഇങ്ങനെ ചെയിനൊക്കെ ഒന്ന് പിടിച്ച് നേരെയാക്കുമ്പോൾ അതിനേക്കാൾ മുമ്പേ
വീടിനകത്ത് നിന്ന് വെയിൽ കൊള്ളുന്നൊരു സ്ത്രീയുണ്ട്, അടുപ്പ് പാതകത്തിലേക്ക് പോകുന്നൊരു സ്ത്രീയുണ്ട്. എല്ലാവരും തൊഴിൽ തന്നെ ഏർപ്പെടുന്നത്. തൊഴിലെന്ന് പറയുമ്പോൾ ഈ വേതനം കിട്ടുന്നൊരു കാര്യത്തെ മാത്രമാണ് നമ്മൾ തൊഴിൽ എന്ന് ധരിച്ചത് കൊണ്ടാണ് നമ്മുടെ ഒരു ഒരു പബ്ലിക് ഒരു ഫോമിനകത്ത് പോലും ജോലി എന്ന് പറയുമ്പോൾ വീട്ടമ്മെന്ന് എഴുതി വെക്കാനായിട്ട് പലപ്പോഴും നമ്മൾ അങ്ങനൊരു കാര്യം മാത്രം ഉണ്ടായിരുന്നു. കാരണം അതൊരു തൊഴിലായിട്ട് പലപ്പോഴും മനുഷ്യർ കണക്കാക്കിയിരുന്നില്ല. ഒരു പക്ഷേ ഈ പുറത്തു പോകുന്നവർ അത്രയും തന്നെ അതിനേക്കാൾ ഏറെ മണിക്കൂറുകൾ തൊഴിൽ ചെയ്യുന്ന ഒരാൾ വീടിനകത്ത് അമ്മയാണ്. അങ്ങനെ അനേകം മനുഷ്യർ ഏറ്റുവാങ്ങിയ വെയിലാണ് നമ്മുടെ തണലായിട്ട് മാറുന്നത്. കുറച്ചുകൂടി മനുഷ്യന് ഇണങ്ങിയ ചില വേതന സങ്കല്പങ്ങളും തൊഴിലേർപ്പെടുന്നവർക്ക് കൊടുക്കേണ്ടി വരുന്ന ആദരവും എന്തെങ്കിലും തരത്തിലൊക്കെ ഒരു മാനുവൽ ലേബർ ഏർപ്പെടാനുള്ള നിങ്ങളുടെ സാധ്യതകളൊക്കെ പുനഃപരിശോധിക്കുകയായിരിക്കാം. ചിലപ്പോൾ ഒരു കൂലിപ്പണിക്കാരനും കുറേ മുക്കുവരും കൂടി ചേർന്ന് രൂപപ്പെടുത്തിയ ഈ ഒരു പുതിയ ധർമ്മത്തിനുള്ള ഏറ്റവും നല്ല വാഴ്ത്ത. വളരെ ഹൃദ്യമായൊരു ഓർമ്മയുള്ളത്, ഞങ്ങളുടെ വൈദിക സന്യാസ പരിശീലനത്തിനിടയിൽ കുറച്ചു കാലം ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഒരു സാഹചര്യം നമുക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. ഞാൻ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കുറച്ചൊരു കോസ്റ്റൽ സ്ട്രിപ്പിൽ നിന്ന് ഒരാളെന്ന നിലയിൽ ഒരു കടപ്പുറം ഒരു ഇടത്തേക്കാണ് പോയത്. അവിടെ ഈ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ അവിടെ പാർക്കുന്നൊരു സ്ഥലമാണ്, പൂത്തുറ എന്ന് പറയുന്ന സ്ഥലമാണ്. അവരെനിക്കും എൻ്റെ ഒരു സ്നേഹിതനും വേണ്ടി കണ്ടെത്തിയ വീട് ഇപ്പോഴും അത് സ്വന്തം വീട് തന്നെയാണ്. ആ വീട്ടിലൊരു മൂത്ത മകനൊക്കെ ആയിട്ടാണ് അവരെന്നെ 22 വയസ്സിൽ ചെന്ന എന്നെ ഇപ്പോഴും പരിഗണിക്കുന്നത്. പക്ഷെ പ്രശ്നം ഈ നമ്മൾ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വേണ്ടി വന്ന കാര്യമായ ഒരു തൊഴിലും സ്കിൽഡ് അല്ല. എല്ലാ ജോലിക്കും അത്യാവശ്യം ഒരു പരിചയം ആവശ്യമുണ്ട്. ചിലപ്പോൾ ഓർക്കുന്നുണ്ട്, അത് തന്നെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ തൊഴിൽ അന്വേഷിക്കുമ്പോഴേക്കും എപ്പോഴും ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ തൊഴിലിൽ മുൻപരിചയം ഉണ്ടാകുന്നുള്ള. എന്തൊരു ഫലിതം അത്. ഏതെങ്കിലും തൊഴിൽ ഏർപ്പെടാനായിട്ട് സാഹചര്യം കിട്ടാതെ എങ്ങനെയാണ് നമുക്കൊരു പരിചയം ഉണ്ടാവുക? അപ്പം അത് വലിയ പ്രശ്നം. ഇപ്പോൾ കരപ്പണി എന്ന് പറഞ്ഞൊരു കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. പിന്നെ ചെയ്യാവുന്നൊരു കുഞ്ഞു കാര്യം എന്ന് വെച്ചെന്നാൽ ഒരുപക്ഷെ കൂട്ടുമെന്ന് കരുതിയൊരു കാര്യം ഇങ്ങനെ ആ തീരമൊക്കെ ആ പൂത്തുറ കടപ്പുറമൊക്കെ ഇങ്ങനെ കമ്പ വലിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് അവരുടെ മത്സ്യബന്ധനം. വലിയ വലയെ ഇങ്ങനെ വഞ്ചിയിൽ കൊണ്ടുപോയി കുറേ ആഴത്തിൽ കൊണ്ടിടും, എന്നിട്ട് കരക്ക് നിന്ന് ഇങ്ങനെ വലിച്ചടിപ്പിക്കുന്ന പറയുന്നൊരു രീതിയുണ്ട്. വളരെ ഇങ്ങനെ കട്ടിയുള്ള ജോലി അത്. നമ്മൾ ഇതിനടുത്ത് എന്ന് പതുക്കെ നിൽക്കുമ്പോഴേക്കും വെറുതെ കൂടിക്കോളാനാണ് പറയുന്നത്. നമുക്കൊരു പരിങ്ങലുണ്ട്. കാരണം പണിയറിയാത്ത ഒരാളൊരു ജോലിയിൽ ഏർപ്പെടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സത്യം പറഞ്ഞെന്നാൽ അവർക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ലെന്ന് മാത്രമല്ല, അവരുടെ കാര്യങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് നമ്മളൊരു ഇങ്ങനെ മാനുവൽ ലേബറിൽ ഏർപ്പെടുക, കാര്യമായിട്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമ്മളെ കൊണ്ട് അവർക്കുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു, ഈ വലയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ പറയുന്ന കമ്പയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പല മനുഷ്യരും ഇങ്ങനെ ദുർബലരായ മനുഷ്യരാണ്. വയോധികരായ മനുഷ്യരുണ്ട്, രോഗികളായ മനുഷ്യരുണ്ട്. ഞാൻ നോക്കുമ്പോൾ 1-2 സ്കൂൾ കുട്ടികൾ പോലും ഉണ്ട് ഇതിനകത്ത്. പിന്നീടാണ് നമുക്കത് മനസ്സിലാവുന്നത് അവരുടെ തൊഴിലിൻ്റെ ഒരു നീതിശാസ്ത്രമാണ്. ഈ തൊഴിലിൽ ഏർപ്പെടുമ്പോൾ ഒരാൾ വന്നിട്ട് തൊഴിലെടുക്കാനായിട്ട് സന്നദ്ധത കാണിക്കുകയാണെങ്കിൽ അയാളെ തടയാതിരിക്കുക. എന്തൊരു ഭംഗിയായിട്ടുള്ള ഒരു ഗ്രാമീണ ബോധം അത്. ഒരു തൊഴിലിൽ പങ്കുചേരാനായിട്ട് നിങ്ങൾ അനുവദിക്കുക എന്നുള്ള അതിനകത്ത് ഈ പറഞ്ഞ കണക്ക് പ്രായോഗിക അർത്ഥത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും കിട്ടാൻ പോകുന്നില്ല. ബെനിഫിറ്റ് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, ഒരു ഷെയറിൻ്റെ പ്രശ്നം കൂടിയുണ്ട് ഇതിനകത്ത്. പല രീതിയിലാണ് അത് ഷെയർ ചെയ്യപ്പെടുന്നത്. വഞ്ചിക്കൊരു ഷെയർ, വലയുടെ ഉടമയ്ക്കൊരു ഷെയർ, പിന്നെ ഇതിനകത്ത് തന്നെ കുറച്ച് സീനിയേഴ്സായിട്ടുള്ള ഇതിനൊക്കെ മൂപ്പന്മാരെ കണക്ക് കുറച്ച് പേരുണ്ട്, അവർക്കൊരു ഷെയർ. പിന്നീട് വരുന്ന ഈ കമ്പയിൽ പിടിക്കുന്ന എല്ലാവർക്കും ഈക്വൽ ഷെയറാണ്. അത് കൈൻഡ് ആവാം, ചിലപ്പോൾ പ്രൈസ് ആവാം. ഇന്നത്തെ രീതി അനുസരിച്ചിട്ട് മീനാണ് കൊടുക്കുന്നത്. ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഇങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു കൂലി കിട്ടുകയാണ്. സാമാന്യം വലിപ്പമുള്ള ഒരു വെള്ളച്ചൂര എന്ന് പറയുന്ന സംഭവം. ഞാനീ പറഞ്ഞു വരുന്നത് നമ്മൾ അധ്വാനിച്ചു എന്ന് ഉള്ളൊരു കാര്യം പറയാൻ വേണ്ടിയല്ല. ഓൾറെഡി വളരെ ചുരുങ്ങിയ ഒരു ലാഭം മാത്രമുള്ള ഒരു തൊഴിലേർപ്പെടുന്ന മനുഷ്യർ എത്ര ഭംഗിയായിട്ടാണ്
അവരുടെ ആ ലാഭം ഇതിന് പറ്റാത്ത സ്കില്ലല്ലാത്ത മനുഷ്യർക്ക് വേണ്ടി മാറ്റിവെക്കുന്നുള്ള ആ പ്രതിഫലം വീട്ടിലെ അമ്മയുടെ അടുത്ത് കൊടുക്കുന്നു. അന്നത്തേക്ക് വേണ്ടി അത്താഴമൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. എന്നിട്ടും ആദ്യത്തെ ഒരു പ്രതിഫലം കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിൽ അമ്മ അതിനെ രാത്രി തന്നെ തിളപ്പിച്ച് തരുന്നു. ഈ ഒരു ഗ്രാമീണ ബോധത്തിൽ നിന്നായിരിക്കണം ഒരു തീരത്ത് നിന്ന് സംസാരിക്കുകയും തീരത്തുള്ള മനുഷ്യരായിട്ട് ഇടപെടുകയും ചെയ്ത് യേശു ഒരു പക്ഷേ ഈ കഥയുമൊക്കെ രൂപപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഏത് ഗ്രാമത്തിൽ ചെന്നാലും നിങ്ങൾക്ക് ജോലിയുണ്ട്. മനുഷ്യനെ ജോലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട. ജോലി കണ്ടെത്താൻ സഹായിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കമ്പാഷനേറ്റഡ് ഒരു ആക്ടാണ്. ദേശങ്ങളിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം എത്ര ദിവസം ആരുടെയൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് അവരുടെയൊക്കെ ഒരു ചെറിയ വേതനത്തിലൊക്കെ ജീവിച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്കൊരു ജോലിയൊക്കെ കിട്ടുക. ലോകത്തെ ഏറ്റവും നല്ലൊരു കരുണ, ഇതിൻ്റെ ഒരു സ്പിരിച്വൽ ടേക്ക് അവേ നമുക്ക് മറ്റൊരു ദിവസമാവാം. ലോകത്തെ ഏറ്റവും നല്ല കരുണകളിലൊന്ന് ഒരാളെ ജോലിക്ക് സഹായിക്കുക എന്നുള്ള, ജോലി കണ്ടെത്താൻ സഹായിക്കുക എന്നുള്ള. കാരണം മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിനും ഇത് ഇത്രയും ഇടിവുപറ്റുന്നൊരു കാര്യമില്ല ജോലി നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത്. അന്തരീക്ഷത്തിൽ ഈ ജോലി നഷ്ടപ്പെടുന്നതിൻ്റെ ഭയം ഇപ്പോൾ കൂടുതലാണ്. യുദ്ധത്തിൻ്റെയൊക്കെ ചില സൂചനകൾ വരുമ്പോൾ തന്നെ ഒരിക്കൽ തൊഴിൽ നൽകിക്കൊണ്ടിരുന്ന പല മേഖലകളും ഇങ്ങനെ അടഞ്ഞു പോവുകയാണ്. ഉദാഹരണത്തിനായിട്ട് ഒത്തിരി വലിയ അളവിൽ മനുഷ്യർ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റാലിറ്റി സെക്ടർ, ടൂറിസവും യാത്രയും ഹോട്ടലും ഒക്കെ ഇങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ വൈകാതെ അതിൻ്റെ ഒരു കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളൊരു തലം ഇങ്ങനെ ഫേസ് ചെയ്യുന്ന ഞാൻ വെറുതെ ഒന്ന് ഓർത്ത് പേടിക്കുന്നത്. അപ്പോൾ ഒരു തൊഴിൽ കണ്ടെത്തുക, തൊഴിൽ പങ്കാളിയാക്കുക, തൊഴിൽ ചെയ്യുന്ന മനുഷ്യർക്ക് അവർക്ക് മനുഷ്യോചിതമായിട്ട് ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതൊക്കെ ഒരു മെയ് മാസത്തിൽ നല്ലൊരു ഓർമ്മയാണ്. വിശേഷിച്ചും 1-ാം യാമത്തിലും 11-ാം യാമത്തിലും ഇങ്ങനെ ജോലിക്കാരെ കണ്ടെത്തി അവർക്ക് അന്തിയിൽ 1 ധനാറ കൂലി കൊടുത്ത ഒരാളെ കറണ്ടായിട്ട് വായിക്കുമ്പോഴാണ്, വർത്തമാനത്തിൽ യേശുവിനെ വായിക്കുമ്പോഴാണ് അവൻ്റെ കഥകൾ നമ്മൾ ഇത്രയും അത്ഭുതപ്പെടുത്തുന്നത്. ഇത് ഏതൊരു കാലത്തിനും വേണ്ടിയുള്ള കഥകളാണെന്നോർത്ത് നമ്മുടെ കണ്ണ് നനയുകയും കരം കൂപ്പി പോവുകയും ചെയ്യുന്നത്. ആമേൻ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.